സമർപ്പിത ജീവിതമായാലും വിവാഹ ജീവിതമായാലും മുന്നോട്ട് പോകണമെങ്കിൽ യേശുനാഥൻ പറയുക, കൃപ ഇല്ലാതെ മുന്നോട്ട് പോകുകയില്ല. നമ്മൾ ചിന്തിക്കും നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളിങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലുമല്ല. ഒരു വിഡിത്തമായ ഒരു കാര്യമാണത്. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരങ്ങളും അതുപോലെ ധാർഷ്ട്യങ്ങളും ഒക്കെ ഒന്നും മാറ്റിവെച്ചില്ലെങ്കിൽ ഇതൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തലകൊണ്ട് ചിന്തിച്ച് നമ്മൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു, ഒന്നുമല്ല. കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും തമ്പുരാന്റെ സന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ സമാധാനമുള്ളത്. അല്ലെങ്കിൽ ഈ സമർപ്പിത ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇന്ധനമില്ലാതെ വണ്ടി മുന്നോട്ട് പോകും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. എണ്ണയില്ലാതെ തിരി കത്തുമോ ഇല്ലയോ? തിരി കത്തും, അത് ഒറ്റ കത്തല, പിന്നൊരാളല്ല. അതുകൊണ്ടൊക്കെയാണ് പല സമർപ്പിത ജീവിതങ്ങളും ഇങ്ങനെ ആടി ആടി ഒറ്റ കത്തിലൂടെ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ പല കുടുംബ ജീവിതങ്ങളും ആടി ആടി ഡൈവോഴ്സിലേക്ക് പോകുന്നത്. കൃപ എന്ന് പറയുന്നൊരു കാര്യം അതങ്ങോട്ട് ഇല്ലാതെയാകുമ്പോൾ. അതുകൊണ്ട് ഭാര്യയോ ഭർത്താവ് ചിന്തിക്കുക, ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും, ദൈവമൊന്നും വേണ്ട, ഞങ്ങൾക്ക് പള്ളി വേണ്ട, അതുപോലെ ദേവാലയത്തിൽ പോകണ്ട, എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട, മക്കളെ ദേവാലയത്തിൽ വിടണ്ട എന്ന് ചിന്തിക്കും. ഓർക്കുക, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ആട്ടം കാണും, സമാധാനമില്ലാത്ത അവസ്ഥ കാണും. കുടുംബ പ്രാർത്ഥനകളില്ലാതെ വരുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഈ കടലിലൂടെ ആ ശിഷ്യന്മാർ പോയി കഴിഞ്ഞപ്പോൾ ആ വഞ്ചി ആടി ഉലഞ്ഞതുപോലെ ഇങ്ങനെ ആടി ഉലയുന്നത് കാണാം. ഈ ആടി ഉലയുമ്പോൾ ദൈവം വരുന്നാല കാര്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് പല കുടുംബങ്ങളും ഡൈവോഴ്സിലെത്തി നിൽക്കുകയാണ്. കൃപ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെയൊക്കെ ജീവിതമായാലും എന്തെങ്കിലുമൊക്കെ അഹങ്കാരമൊക്കെ വെച്ച് പാടാനോ പ്രസംഗിക്കാനോ അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്ന് ഒക്കെ ഇടിച്ചു നിന്നിട്ടുള്ളൂ. കൃപയുള്ളത് മാത്രമേ, കൃപ ആ ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്. അല്ലാണ്ട് ആരും ഹെദരിവേ കൃപ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ ഒരു മുന്നോട്ട് പോകുക, സമർപ്പിത ജീവിതം മുന്നോട്ട് പോവുകയില്ല, അല്ലെങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് പോവുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുക. അങ്ങോട്ട് ആ കാലിക്ക് വീണേക്കണം, ആ കാലിൽ വീണ് ദിവികാനത്തിൽ വീണ് പ്രാർത്ഥിച്ചേക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും സമാധാനം ഉണ്ടാകും. പ്രാർത്ഥിക്കുക.